C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവിടുന്ന് അച്ഛനെ വിളിക്കരുത്, അങ്കിൾ എന്ന് വിളിക്കണം. അങ്കിൾ അങ്കിൾ അച്ഛൻ പറഞ്ഞല്ലോ റൂമിൽ കഴിയുമ്പോ അച്ഛനെ വിളിക്കാന്ന്. അത് നമ്മുടെ റൂമിൽ വാതിലൊക്കെ അടച്ചാലേ, ഇത് വാതിലടച്ചിട്ടില്ലേ, വാതിലൊക്കെ തുറന്നു കിടക്കില്ലേ. എന്റെ അച്ഛൻ പോയി വാതിലടാ. ഇപ്പൊ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. അവിടെ കിടന്നോ. അതെ, പാട്ട് പാടിത്താ. എന്ത് പാട്ട്? ഏതെങ്കിലും പാട്ട് മതി, പാടച്ചാ. ഏത് പാട്ട് എന്ന് പറ. ഏതെങ്കിലും പാട്ട് മതി. അച്ഛൻ ഇവിടെ കിടന്നുറങ്ങല്ലേ. ഏതെങ്കിലും പാട്ട് പാടച്ചാ. കുണുക്കിട്ട കോഴി കുളക്കോഴി കുന്നിഞ്ചേരിയിലെ ഇത് കൊള്ളാത്ത പാട്ടാച്ചാ. ഈ പാട്ട് മതി അച്ഛാ. കോഴിക്കുഞ്ഞുങ്ങളുണ്ടാ? പിന്നെ 2 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഒന്നത് ഈ ഒരു കോഴിക്കുഞ്ഞ്, ഒന്ന് ഈ കോഴിക്കുഞ്ഞ്. ഹലോ. ഓ ആയിക്കോട്ടെ. എന്താ പോന്നേട്ടാ? നിന്നെ തിരക്കി ഓഫീസിലോട്ട് പോയിരുന്നു ഞാൻ. എന്താ കാര്യം? വാ പറയട്ടെ. എന്താ പോന്നേട്ടാ? അതേ, മജീദയ്ക്ക് തീരെ വയ്യ. അയ്യോ, എന്തു പറ്റി? ഭയങ്കര പനിയും വിറയലും കിടുകിടുപ്പൊക്കെ അടിക്കുക. മരുന്ന് മേടിച്ചു കൊടുത്തില്ലേ? മരുന്ന് മേടിച്ചു കൊടുത്താ അതുകൊണ്ട് കുറയുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് പനി. ഒരാഴ്ചയൊക്കെ എടുക്കും. വൈറൽ ഫീവർ ആണെന്ന് തോന്നുന്നു. ഇത് ആ പനി അല്ലെന്ന്, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമായത്. ആണോ? അല്ല, ഗോവിന്ദേട്ടൻ കൂടെ ഉണ്ടല്ലോ. ഞാനുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അമ്പിളിയോട് പോയി പറയാം, അവൻ അവളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ചെന്നിട്ട് അവളോട് ഇത് പറഞ്ഞ അവളുടെ മനസ്സ് പ്രയാസപ്പെടുവേ. ഒരു പണി ചെയ്യാം, ഞാൻ വരാം, എന്താന്നൊന്ന് നോക്കട്ടെ. അമ്പിളി ഇത്ര സീരിയസ് ആയിട്ടിരിക്കുമ്പോ അമ്പിളി തന്നെ വന്നിട്ട് കാര്യമുണ്ടോ? ഒറ്റ മോളല്ലേ, അവളെ കൂടെ കൊണ്ട് കാണിക്കണ്ടേ? ഇത് ഇത്ര സീരിയസ് പറയാൻ എന്തുട്ടാ? ഞാൻ മിനിയാന്നേം കൂടി ആരോഗ്യത്തോടെ കണ്ട് സംസാരിച്ചല്ലേ പുള്ളിനോട്. എന്നാ മെനഞ്ഞാ നിങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും ഇത്ര സീരിയസ് ആയത്. എന്തായാലും ആ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. ഗോവിന്ദൻ കൂടെ ഉണ്ടല്ലോ. ഞാനുണ്ട്. ഞാനിപ്പൊ ചെന്ന് പെട്ടെന്ന് അവളോട് പറഞ്ഞാല് എങ്ങനെ അവതരിപ്പിക്കും? അത് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അവള് വന്ന് കണ്ടിട്ട് സംഭവിക്കും വായെടുത്ത് പറയണ എന്തുട്ടാ സംഭവിക്കണ? ആരോഗ്യത്തോടെ ഇരിക്കണ ആള്, പനിയൊക്കെ എല്ലാവർക്കും വരണതാണ്. മരിച്ചുപോയി കഴിഞ്ഞ് വന്ന് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ എന്തൊരു നെഗറ്റീവാണ് ഇയാള്. ഒരു പണി ചെയ്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവളോട് സമാധാനമായിട്ട് പറഞ്ഞ് വിളിച്ചിട്ട് വരാം. ചേട്ടൻ പോയിക്കോ. ആ ഒരു വാക്ക് മതി. ഞാൻ പോ, പെട്ടെന്ന് അങ്ങ് പറഞ്ഞ അവളെ വിളിച്ചോട്ട് വരാന്നേ. ഇയാളെന്താ കരാറെടുത്തേക്കണേ? മരുന്നെല്ലാം കൊടുത്ത ചേട്ടൻ എപ്പോഴാ ഇവിടെ വന്നത്? ഞാൻ വന്നപ്പോ ഉള്ള കാര്യം ഒന്നും പറയണ്ട. എന്നെ കണ്ടതും വാവിട്ടൊരു കരച്ചില്ല. ഇച്ചിരി ബോധമുണ്ട്, എന്നിട്ട് ഇങ്ങനെ കാണിക്കുവോ? വെള്ളം അടിക്കണോന്നാ? വെള്ളം അടിക്കണമെന്നല്ല, തൊണ്ട വരണ്ടടുത്ത്. എന്നിട്ട് ഞാൻ അടുക്കളയിൽ ചെന്ന് കുറെ വെള്ളം ചൂടാക്കിക്കൊണ്ട് ആറ്റിച്ചു കൊണ്ട് കൊടുത്തു. 3 ഗ്ലാസ് കുടിച്ചു. അതാണ് ആ വയറ് വീർത്തിരിപ്പുണ്ട്. എന്ത് പനിയാന്ന് വല്ലോം ഡോക്ടർ പറഞ്ഞ? എന്താ വല്ല ചിക്കൻ കുനിയ വല്ലോണാ? ഇവിടെ ഭയങ്കര ചിക്കൻ കറിയുടെ മണം. നിനക്ക് കിട്ടണ്ട ഷാജന? എന്റെ മൂക്ക് അടഞ്ഞിരിക്കുക. ഇല്ലേ? അയ്യോ, എന്റെ മൂക്ക് അടഞ്ഞിരിക്കുക. എന്തു അമ്പിളി ഇത്? 2 ദിവസമായിട്ട് വയ്യാതെ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിലാണ് വന്ന് ഇങ്ങനെ മണപ്പിക്കുന്നത്. അത് തന്നെ ഞാനും ചോദിക്കണം. ഭയങ്കര ചിക്കൻ കറിയുടെ മണോയി. നല്ല കുമുകുമാന്നുള്ള കിട്ടണില്ലേ? എന്റെ കിടപ്പ് കണ്ടിട്ട് 3-4 ദിവസം പട്ടിണി കിടക്കണ പോലെ തോന്നണില്ല കേട്ടോ. പോയിട്ടാ ബോധമില്ലാത്തോണ്ടല്ലയോ? പാപ്പ, വെള്ളം വേണോ? വേണമെന്ന്. അയ്യോ, കുഞ്ഞിച്ചിരി വെള്ളം തിളപ്പിച്ച് കൊടുക്ക്. അവസാനത്തെ വെള്ളം കൊടുക്കുന്ന കുഞ്ഞിന്റെ കൈ കൊണ്ടായിക്കോട്ടെ. അയ്യോ, എന്താ ഗോവിന്ദേട്ടാ പറയുന്നേ? നീ ഒന്നും മിണ്ടായി, അത് പ്രാന്ത് പറയണേ. നീ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെന്ന് തലവഴി അല്ല അവിടെ വെക്ക്, ആവശ്യത്തിന് നമുക്ക് കൊടുക്കും. എപ്പോഴും വെള്ളം കുടിക്കണമെന്നുള്ളൊരു പരവേശ.
അല്ല അങ്ങനെ തോന്നുമ്പോ ഒക്കെ വെള്ളം എടുത്തേരാ ആരെങ്കിലും വേണ്ടേ? ആരുമില്ല. ഷാഹിനിക്ക് ഇപ്പൊ എന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇക്കാക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇതുകൊണ്ടൊക്കെയാ ഞാൻ ഈ പറയുന്നത്. ഇക്ക ഒരു പെണ്ണ് കെട്ടിട്ടെന്ന്. പെണ്ണ് കിട്ടാനാ? ഞാനാ? ഗോവിന്ദക്കുട്ടി മോള് നിക്കണ കണ്ട? പെണ്ണ് കെട്ടാനേ അതിന് മജീദ് രണ്ടാമതൊന്ന് ജനിക്കണം. പെണ്ണ് കെട്ടാൻ നടക്കുന്ന ഈ പ്രായത്തില്. വാപ്പ, ഗോവിന്ദേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് വാപ്പ. ഒന്ന് കിടന്നു പോയ കൈസഹായത്തിന് ഒരാള് വേണ്ടേ? അപ്പം ഞാൻ പെണ്ണ് കെട്ടണമെന്നാണോ നീ പറയണത്? അവള് അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. എങ്ങനെയാ ഉദ്ദേശിച്ചത്? കൈസഹായത്തിന് ഒരു ഹോം നേഴ്സിനെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് ഇവിടെ നിർത്തണ കാര്യമാണ് പറഞ്ഞത്. ഹോം നേഴ്സ് എങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു? കാശ് കൊടുക്കണ്ടേ? അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. വാപ്പാക്ക് ഒരു കുഴപ്പം വരാതിരുന്നാ മതി. അല്ല എന്നാലും ഷാഹിനെ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. ഷാഹിൻ ഇങ്ങോട്ട് വരുന്ന വഴി എന്നോട് പറഞ്ഞു, വാപ്പാക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഉമ്മ മരിച്ച കാലത്തെ ചെയ്യായിരുന്നു, അങ്ങനെ ഒരു മനസ്സേ ഇല്ല, നമുക്ക് വേണ്ടിയാ ജീവിക്കണേന്ന് പറഞ്ഞു. നിങ്ങൾ അവിടുന്ന് ഇവിടെ വരുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് ചെയ്യുന്ന ആരെടുത്തു കൊടുക്കും? അതിനൊരു ഫോൺ വിളിച്ചാൽ ഞങ്ങൾ ഇവിടെ ഓടി എത്തൂലേ? ഫോൺ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കൂല. ആരോഗ്യമായിട്ട് കിടക്കണ മനുഷ്യനല്ലേ, അതെന്ത് സംഭവിക്കാൻ? ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നിയാലോ? ഇതിന് മാത്രം വെള്ളം എന്തിനാണെന്ന് ഇനി അങ്ങനെ തോന്നണമെങ്കിൽ നമുക്കിവിടെ ഒരു വലിയ വീപ്പയില് വെള്ളം തിളപ്പിച്ചിട്ടിട്ട് ഓസ് എടുത്ത് വായിലോട്ട് ഇട്ടിട്ട് പോകാം. വെള്ളം കുടിക്കാൻ നടക്കണം. ചൂടുള്ളത്തിട്ട് കൊല്ലോടാ കാലേ. എവിടേക്കാ പോണേ? കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോവാ. അപ്പൊ അതിനൊക്കെ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ എടുത്തില്ലേ? പിന്നെ ആ പുണ്യേട്ടനൊക്കെ അറിയോ? പിന്നെന്താ, ആ സേതുവേട്ടന്റെ കടയൊന്നല്ലേ? ഈ വയ്യാത്ത കാലം വെച്ച് പോകുമ്പോ സങ്കടം ഉണ്ടാ. വയ്യാത്ത കാലോ? എനിക്ക് വയ്യായിക്കില്ല. ഇപ്പൊ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എന്തിനാ? PSC അയക്കാൻ. നല്ല ചന്തണ്ട് കേട്ടാ. ഈ ഉടുപ്പിട്ട് കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്നും ഇങ്ങനെ നടന്നൂടെ? എന്നും ഇങ്ങനെ നടക്കേ? വീട്ടില് നിക്കുമ്പോഴോ? അതെന്താ, കാണാൻ ഭംഗി ഉണ്ടാവൂലേ? പോവാ പുണ്യേട്ടാട്. ആ പുണ്യേട്ടനെ കേട്ടോ, ഞാൻ സൊസൈറ്റിന്ന് വരിക, പാല് കൊടുത്തു, പിണ്ണാക്കം വാങ്ങി, എന്നിട്ട് വരിക. പോട്ടെ. അതെ, ഞാൻ കൊണ്ടുവിടാ. എവിടെ? സേതുവേട്ടന്റെ കടയില്. അസലായി. അവിടെ ഉള്ളവരൊക്കെ കാണില്ല പുണ്യേട്ടാ. കണ്ടെന്താ, ഞാനും കുമാരിയല്ലേ. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അമ്മയോട് പോവാൻ പറയും. കൊറേ ആയൊരു അമ്മ. പേടിയില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. ശരിക്കും പേടിയില്ലേ? അയ്യോ അമ്മ ഇവിടെ പേടിപ്പിച്ചല്ലേ? എന്താ ഇവരോടെ? ഞാൻ കണ്ടോടാ കീറി. വേണ്ട പുണ്യേട്ടാ, ഇവിടെ ഇരുന്നാ മതിയേ. ഇത് അങ്ങോട്ട് മറിഞ്ഞു വീഴും. ഇത് സാധാരണ കൂടിക്കാഴ്ച അല്ലല്ലോ. പോകാം. നിന്നേ, തലയിൽ എന്തോ ഉണ്ടല്ലോ. എന്താ? വേറൊന്നുമില്ല, ഞാൻ പറയാൻ വന്ന കാര്യം ടോളിയാ. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യേ, നമ്മുടെ അപ്പുണ്ണിക്ക് മുമ്പ് ഒരു ആലോചന വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇടയപ്പുറത്തല്ല, തൊട്ടപ്പുറത്തെ കുമാരിയുടെ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ 2 ദിവസമായിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ. എന്താ നീ നടത്തി കൊടുക്കാനുള്ള പരിപാടിയാ? അല്ലാന്നേ, ഞാൻ ഒന്ന് പറയട്ടെ ആദ്യം. പറയ്. എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് നിങ്ങളോട് പറയാലോ. അല്ല, ഞാൻ ആലോചിച്ച് നോക്കുമ്പോഴേ അളിയാ, കുമാരിനെ സംബന്ധിച്ചിടത്തോളേ അവൾക്ക് ഇപ്പൊ കാലിനും കാശിനും ഇത്തിരി കുറവുണ്ട് എന്നല്ലാതെ വേറൊരു കുറവും ഞാൻ കാണുന്നില്ല. പിന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഇപ്പോ അപ്പുണ്ണിക്കാണെങ്കിലും കുമാരിനെ നന്നായിട്ട് അറിയാം, കുമാരിക്ക് അപ്പുണ്ണിനെ നന്നായിട്ട് അറിയാം, നമ്മുടെ കുടുംബത്തിന് നന്നായിട്ട് കുമാരിക്ക് അറിയാം, നമുക്കും കുമാരിനെ നന്നായിട്ട് അറിയാം. പിന്നെ ഇപ്പൊ അവളുടെ അച്ഛനും നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് അറിയാം, നമ്മുടെ കുടുംബത്തിന് അവളുടെ അച്ഛനെയും നന്നായിട്ട് അറിയാം, അവരുടെ തറവാടും നന്നായിട്ട് നമുക്ക് അറിയണതാണ്, നമ്മുടെ തറവാടിനെ കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെ ആലോചിക്കുമ്പോ കുമാരിയും അപ്പുണ്ണിയും തമ്മിലുള്ള ഒരു വിവാഹം വേണമെങ്കിൽ നമുക്ക് നടത്തി കൊടുത്തൂടെ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളു. 2-3 പേർക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ ആളെവിടാ, ഒരാളല്ലേ ഉള്ളൂ. എന്നൊരു കാര്യം ചെയ്താലോ, അകത്തേക്ക് കിടക്കാം.
ഓ എഴുന്നേറ്റേ. പിന്നെന്താ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം പറമ്പിലും ജാതി മരത്തിനും ഒക്കെ ചീത്ത പറഞ്ഞിട്ടാവും വന്നിണ്ടാവുക. പതുക്കെ മതി, പതുക്കെ മതി. വിട്ടോ നടന്നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല. ഈ വണ്ടി അറ്റം വരെ എങ്ങനെ പോവാനാ? ഇങ്ങനെ പിടിച്ചുവിടോ. ഇവിടെ കേറുമ്പോ നോക്കണോട്ടാ. അവിടെ നീ ഒന്ന് പിടിച്ചാ മതി. ഞാൻ പിടിക്കാം. പിടിച്ചു കയറി പിടിച്ചു ഒരു കുഴപ്പമില്ലാന്നേ. വേറെ സൂത്രം കാട്ടി കിടക്കുക. അല്ല ചൂട് പിടിച്ചാലേ ശരിക്കും മാറിക്കോളും. ഇത് ആവി പിടിക്കാനാന്ന് പറഞ്ഞ് ചേച്ചി രാവിലെ വരച്ചതല്ലേ? ഇത് ആവി പിടിക്കാൻ മാത്രല്ല, വേറെ ഉപയോഗം ഉണ്ട് ഇതിന്. എന്താ? പറയത്തില്ല. പറ ചേച്ചി. പറയൂല. പറ ചേച്ചി, പറ. അയ്യോ, പപ്പയെ ഭയങ്കരമായിട്ട് ശുശ്രൂഷിക്കുന്ന ആളല്ലേ, അപ്പൊ ഇതൊന്നും അറിയൂല. എന്നാലും പറ. എന്തിനാ? പറയൂല. പറഞ്ഞിട്ട് അതുപോലെ തന്നെ നിനക്ക് ചെയ്യാനല്ലേ? ഇല്ല, ഞാൻ അല്ല, ഇവളോട് നന്നായിട്ട് അമ്മയ്ക്ക് ചൂട് വെച്ച് തരണമെന്ന് പറയായിരുന്നു. അവള് നന്നായിട്ട് വെക്കുന്നുണ്ട്. ഇവക്ക് നന്നായിട്ട് വെക്കാൻ അറിയാം അല്ലേടി? ഞാൻ ചൂട് പിടിക്കട്ടെ? പിടിക്കും. വേണ്ട മോളെ, മതി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചാ മതി കേട്ടാ. അമ്മ ഒന്ന് കിടക്കട്ടെ. ചെല്ല്, സൂക്ഷിച്ചു ചൂടുവെള്ള കാലില് വീടാതെ. അമ്മ എന്നാ ഞാൻ അങ്ങോട്ട് പോന്നേ. ഓ ചെല്ല്. അമ്മേ. എന്താ മോളെ? ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഈ ചൂടുവെള്ളം ഒന്നും പിടിച്ചു കഴിഞ്ഞാൽ ഈ നടുവേന പാറത്തില്ലമ്മേ. ആണോ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ അമ്മ ഇങ്ങനെ ബാത്റൂമിൽ തെന്നി അടിച്ചു വീണു. അയ്യോ, നടുവ് അടിച്ചിട്ടുണ്ടല്ലോ, എന്തൊരു വേദന ആയിരുന്നറിയോ അമ്മയ്ക്ക്. എന്റെ ദൈവമേ, 3 നേരം ഞാൻ അമ്മയ്ക്ക് ചൂടുവെള്ളം വെച്ചു കൊടുത്തിട്ട് ഒരു കുറവും ഉണ്ടായില്ലമ്മേ. ആണോ? അപ്പത്തേക്കുമാണ് നമ്മുടെ വീടിനടുത്തൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ആ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പറഞ്ഞത് ചൂടുവെള്ളം വെച്ചാൽ ഇതൊന്നും മാറത്തില്ല, അതിനൊരു എക്സസൈസ് ഉണ്ടെന്ന്. ആ എക്സസൈസ് ചെയ്തിട്ടല്ലേ അമ്മയുടെ അസുഖമൊക്കെ മാറിയത്. ആ എക്സസൈസ് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞുതരാം. മോക്ക് അതൊക്കെ അറിയാവോ? പിന്നെ ഞാനങ്ങട് കുട്ടി കറിയാന്നോണ്ട് വിളിക്കണേ. ഇത് നിന്റെ ഓഫീസിൽ ജോലി ചെയ്യണ കുട്ടിയുടെ കുട്ടിയല്ലേ? അതിന് നിനക്കെന്താ? എന്താ ഈ പറയുക? അല്ല, അങ്ങനെ എനിക്കറിയുള്ളൂ, ഇവിടെ ഉള്ളവർക്കും അറിയുള്ളൂ. എല്ലാവരും ഉറങ്ങട്ടാ. എല്ലാവരും ഉറങ്ങിയല്ലോ, ഇനി വേറെ ബാക്കി പങ്കിയാവന്നേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് നടുവെട്ടി കിടക്കില്ലേ? അമ്മ നടുവെട്ടി കിടക്കാം. അമ്മ അവിടെ കിടന്ന് ഡാൻസ് കളിക്കണു. ഡാൻസ് കളിക്കേ? എന്ത് ഡാൻസ്? ജംബോ ഡാൻസ്. ജംബോ ഡാൻസോ? ഷായന മോളെ. ചേച്ചി, അമ്മ ടിഫിൻ ബോക്സിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടേ. അയ്യോ, ഇത്തിരി ചോറുണ്ടെന്ന് തോന്നുന്നു. പോയിട്ട് വരാവേ. അതെ ചേച്ചി,
ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ചേച്ചിക്ക് എന്താ ജോലി ശരിക്കും? വെൽക്കം ചെയ്യാ. വെൽക്കം ചെയ്യുന്നത്. വെൽക്കം ഞാനൊന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അവിടുത്തെ സർവേയറിന്റെ ജൂനിയറിന്റെ സബോർഡിനേറ്റ് ആണ് ഞാൻ. അപ്പൊ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് പേപ്പറൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് സർവേയുടെ ഓഫീസിലെ ആൾക്കാർ വരില്ലേ, അവരെ വെൽക്കം ചെയ്തിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പേപ്പറൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് എന്റെ ജോലി. വെള്ളം തിളയ്ക്കുന്നു. ഈ 3 ഗ്ലാസ് ഇറക്കാം. പങ്ക്യാവന്റെ ഫ്രണ്ട്സ് വന്നിട്ട് അപ്പൊ ചായയൊക്കെ കൊടുക്കുക കേട്ടോ. വൈകുന്നേരം കാണാം. അതെ ചായ വന്നു. വിത്തൗട്ട് ആർക്കാ? വിത്തൗട്ട് ഇവിടെ. അല്ല ചായക്ക് കടിയൊന്നുമില്ലേ? മുറ്റത്തേക്ക് ഇറങ്ങി നല്ല ഉറുമ്പിന്റെ കടി കിട്ടും. ഷൈന ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ? വാപ്പാടെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്? എടാ നീ അറിയില്ലേ മജീദ് ഖാനെ? നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എനിക്കറിയാന്നേ, ഇതൊരു ഔദ്യോഗികപരമായിട്ടുള്ളൊരു ചോദ്യമല്ലേ. അതെന്താ? എന്റെ മൂത്താപ്പാടെ മൂത്തമോൾക്കേ മജീദിക്കയുടെ ഒരു ആലോചന വന്നിട്ടുണ്ടേ. അപ്പൊ രാവിലെ അവരെന്റെ ഫോണിൽ വിളിച്ചു ചോദിച്ച് മൂപ്പരുടെ സ്വഭാവം എങ്ങനെയുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ള വീട്ടിലെ കുട്ടിയുടെ വാപ്പയാണ്, ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞത്. മോളെ വാപ്പാടെ സ്വഭാവം എങ്ങനെയുണ്ട്? പിന്നെയും പെണ്ണോട്ടാൻ പോവാണോ? അപ്പൊ മോളിത് അറിഞ്ഞില്ലേ? അല്ല അതിപ്പോ ഇവിടെ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലപ്പോ അതിപ്പോ മജീദ് കല്യാണം കഴിക്കാൻ പോവാ. അതേന്ന് ഉറച്ച മട്ട. ആയിക്കോട്ടെ. ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യ കണ്ട കാലം ജീവിച്ചത്. തള്ളല്ലെങ്കിലും ആ കുറവൊന്നും ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെപ്പോ ആ കുട്ടി ഈ ഒരു പൊട്ടന്റെ കൂടെ അങ്ങനെ ഇറങ്ങി പോന്നു. അയാൾ എന്ത് ചെയ്യാനാ? എത്ര വെച്ചിട്ട് ഒറ്റാൻ തടിയായിട്ട് കഴിയാ? കല്യാണം കഴിക്കട്ടെ, അത് നന്നായി. ഞാൻ ചോദിച്ചത് കുട്ടിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നണു പങ്കിയമ്മാവ. എവിടെന്ന്? അതിപ്പോ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമുക്കൊരാളെ ഇഷ്ടമുള്ളത് വേറെ ആൾക്ക് വേറെ ആളെ ഇഷ്ടമുണ്ടെന്ന് കേൾക്കണത് നമുക്ക് ഇഷ്ടാവില്ലല്ലോ. ഇതിപ്പോ എന്താ പറഞ്ഞത്? അതാണ് രാഷ്ട്രീയം. നമുക്ക് എന്തെങ്കിലും പറയാനും ഉണ്ടാവണം, കേൾക്കണവർക്ക് അതിട്ട് മനസ്സിലാവാനും പാടില്ല. രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ നിൽക്കത്ര. തിന്നോ? വേണ്ടേ? കഴിച്ചോ? വേണ്ട. എനിക്ക് വേണ്ട. എന്നോടുള്ള വഴക്ക് ഇപ്പോഴും വാപ്പാക്ക് മാറിയിട്ടില്ല. വഴക്കല്ലടാ, പരവേശ. വെള്ളം കുടിക്കാനുള്ള പരവേശത്തിൽ വന്നു പോകുന്നതാ, വഴക്കല്ല. അയ്യോ 4-5 കൂടി കഴിച്ചോ കേട്ടോ. സമ്മതിക്കോ? അതില്ലേ വേണം. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. നിങ്ങൾ പോയാൽ വെപ്രാളത്തിൽ. തിന്നോ തിന്നോ. സുബൈറേ വാടാ. ആരോട് ഇത്ര വീട്ടിൽ കയറ്റിയേ? ഇവിടെ ആരോ വീട്ടിൽ കയറ്റിയെന്ന്. ഞാൻ എന്താ കുഴപ്പം? കുടുംബക്കാർക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നവള് കല്ലുപോലെ. ഇറങ്ങിപ്പോടി. സുബൈറേ അത് പറയാൻ നിനക്കെന്തൊരു കാര്യം? ഇതേ എന്റെ വീടാ, ഒപ്പം എവരുടെയും കൂടെ വീടാ. ഓ, അപ്പൊ നിങ്ങള് മരുമോനും മോളും അമ്മായിപ്പനെല്ലാം കൂടെ ഒന്നായി? ഒന്നിച്ച്. നിനക്കെന്ത് വേണം? ഇനി ഈ കുടുംബത്തിലേക്ക് ഒരു മനുഷ്യൻ വരില്ല നിങ്ങളുടെ കുടുംബത്തിലേക്ക്. അല്ലെങ്കിൽ ഈ കുടുംബത്തെ എന്നാടാ ബന്ധുക്കളും മനുഷ്യരും ഒക്കെ വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മൾ ഉണ്ടായിരുന്നില്ലേ? എന്താവശ്യത്തിനും ഓടിപ്പോയപ്പോ തപ്പാനും പിടിക്കാനൊക്കെ പിന്നെ ആരാണ് നിങ്ങളുടെ കൂടെ വന്നത്? സുബേർക്ക് ഞാൻ അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. ആരാടാ നിന്റെ സുബേർക്ക? അല്ല, വാപ്പിച്ചിനെ അവക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് കൊണ്ടുവന്നതാണ്. അവന്റെ ഒരു വാപ്പച്ചിയും ഒരു സുബേർക്കയും. അമ്പിളി, നീ അവനോട് സംസാരിക്കണ്ട. സുബേറെ, ഇതെന്റെ വീടാണേ. ഈ നിക്കണത് എന്റെ മോളും എന്റെ മരുമോൻ ചെക്കനുമാണ്. അവരെ മേത്ത് നീ കുതിര കയറാൻ നിക്കണ്ട കേട്ടാ. ഞാൻ ആരുടെ മേത്തും കുതിര കയറണില്ല. മരുമോനും മോളും അപ്പനും എല്ലാം കൂടെ ഇവിടെ താമസിച്ചോ. ഒന്ന് നിക്കണവര്. മോളെ, നീ ഇത്തിരി ചായ ഉണ്ട്. എനിക്ക് ചായ ഒന്നും വേണ്ട. അയ്യോ, നിനക്ക് തരാനല്ല, ഞങ്ങൾക്ക് കുടിക്കാനാ. ഇട്ടങ്ങോട്ട് കുടിച്ചോ. ഞങ്ങൾ കുടിച്ചോളാം. നീ അല്ലേ? അല്ല പിന്നെ വന്നേക്കുന്ന കഴിക്കാനായിട്ട് നീ ആരെയാക്കണ്ട. അയ്യോ എന്ത് വയ്യേ? വയ്യടാ, പെട്ടെന്ന് ശബ്ദം എടുത്തപ്പോഴേ വീണ്ടും പരവേശം. ഇത്തിരി കാപ്പിട്ട് കൊടുക്കാം. മോക്ക് നല്ലൊരു ആലോചനയായിട്ടാ ഞാൻ വന്നേക്കുന്നത്. പുണ്യയുടെ ആലോചനയല്ല, അതൊക്കെ വിട്ട അത് കള. അത് മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പശു, പാല്, പിണ്ണാക്ക്, ചാണകം, വൈക്കോല്, പുല്ല് കള. അല്ല, പുണ്യയുടെ ആലോചന കള. ഇത് ഉഗ്രം വേറൊരു നല്ല ഉഗ്രം ജോലിയുള്ളൊരു പയ്യന്റെ ആലോചനയായിട്ടാ വന്നേക്കുന്നത്. എന്താ കളക്ടറോ എന്ന് വെച്ചാൽ കളക്ടറാണ്. കളക്ടറോ?
കളക്ടറോ എന്ന് ചോദിച്ചാൽ കളക്ടർ അല്ല. അപ്പൊ എന്നാ ഡെപ്യൂട്ടി കളക്ടർ. ഡെപ്യൂട്ടിക്ക് ആളുണ്ടെന്ന്. ഈ അച്ഛൻ എന്ത് പറയണേ? തമാശ പറയുന്ന കാര്യം പറയും. നല്ല ഉഗ്രൻ ജോലിയുള്ള ഒരു ഇൻസ്റ്റാൾമെന്റുകാരൻ. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ അവനാണ് ഇൻസ്റ്റാൾമെന്റ്. ഇൻസ്റ്റാൾമെന്റാ? ആ ഇൻസ്റ്റാൾമെന്റ്. മോളെ വീട്ടിൽ സാധനം തന്നിട്ട് വല്ലപ്പോഴും വന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോകുന്ന പരിപാടിയില്ല. വല്ലപ്പോഴും അല്ല, ആഴ്ച വന്ന് കാശ് മേടിക്കും. ആഴ്ച എങ്കിൽ ആഴ്ച. അതാണോ ചേട്ടന്റെ കളക്ടർ? അല്ല, എന്താ അത് കളക്ടർ അല്ലേ? പൈസ കളക്ട് ചെയ്യണ്ടേ മോളെ? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ 1000 രൂപയുടെ സാധനം അവന് 6000 രൂപയ്ക്ക് വിൽക്കും. അത്ര ബുദ്ധിയാണ് അവന്. അപ്പൊ അത് പറ്റിക്കലല്ലേ? പറ്റിക്കലോ? അത് അവൻ ഓരോ സാധനങ്ങൾ കറക്റ്റായിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇത് 100 വീടിന് അവനെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ അവന് ലാഭം? 6 ലക്ഷം രൂപ ലാഭം. 6 ലക്ഷം രൂപ ലാഭം. 6 ലക്ഷം രൂപ ലാഭം കിട്ടും. ആ പണിക്ക് കാണാൻ പോയാൽ മതിയായിരുന്നില്ല? ആ ചേട്ടന് അതാ നല്ലത്. നന്നായിട്ട് തള്ളാൻ അറിയാലോ. നേരത്തെ ഇവിടെ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഞാൻ ഇങ്ങനെ എക്സസൈസ് കാണിച്ച് അപ്പൊ ഇങ്ങോട്ട് മാറി ഇപ്പൊ ഇവിടെയാണ്. എന്ത് പറ്റിയതായിരിക്കും? ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ ഇന്നാളൊരു ഡോക്ടറെ പോയി കണ്ടായി. എന്നിട്ടോ? അപ്പൊ പുള്ളി പറഞ്ഞു നമ്മൾ ഈ ഫുൾ ടൈം ഇങ്ങനെ പെട്ടി വണ്ടി ഓടിച്ചോണ്ട് നടക്കാനല്ല, അതിങ്ങനെ ഷെയ്ക്ക് ഉണ്ടാവും. അപ്പൊ അത് എന്തോ ഒരു തേയ്മാനത്തിന്റെ എന്തോ പ്രശ്നമാണ്. അപ്പൊ അധികം നാൾ വണ്ടി ഓടിക്കണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ആലോചിക്കായിരുന്നേ, ഒരു വണ്ടി എടുത്താലോന്ന്. കാറേ. നമുക്കോ? ആ പെട്ടി വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് നടക്കാൻ പറ്റില്ല. ആരോഗ്യം വേണമല്ലോ ഷാഹിന, എന്തിനായാലും. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ വേദന വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ നമുക്ക് കാർ തന്നെ എടുക്കാം. കാർ എടുക്കാം. ഞാനൊരു കണ്ണു വെച്ചിട്ടുണ്ട്. അപ്പൊ CC കിട്ടും നമുക്ക്. പക്ഷെ ഡൗൺ പേയ്മെന്റ് അടക്കാൻ കുറച്ച് പൈസ ആദ്യം വേണം. അതിപ്പോ നമ്മുടെ അടുത്ത് ഇല്ലല്ല. അപ്പൊ എന്ത് ചെയ്യും? അത് എവിടെന്നെങ്കിലും ഒപ്പിക്കണം. ആദ്യം കൊടുക്കണം കുറച്ച് പൈസ. അപ്പൊ 2-3 പേരോട് ചോദിച്ച് അപ്പൊ അവര് തരും. പക്ഷെ അവർക്കും പലിശ കൊടുക്കണം. CCയും പലിശയാകുമ്പോ പറ്റില്ല. അത് ശരിയാ, രണ്ടും കൂടെ പറ്റൂല. നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ വേണം ആദ്യം കൊടുക്കാൻ. അപ്പൊ അതിനിപ്പോ എന്താ ഒരു മാർഗം എന്നാണ് ഞാൻ ആലോചിക്കണത്. എനിക്കൊക്കെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനിക്ക് പ്ലാൻ ഉണ്ട്. ഇത് പണിയെടുത്ത മാസം അടക്കാം. കാർ എടുത്താൽ നമുക്ക് സൗകര്യമായിട്ട് എവിടെയെങ്കിലും പോയി വരെ ഒരു അന്തസ്സും ആവുമല്ല. അതാവും എല്ലാവർക്കും നല്ലതാ കാർ എടുത്താ. അതെ അതെ അതെ. നിന്റെ അടുത്ത് വല്ല ഇരിപ്പുണ്ടോ? എന്റെ അടുത്തോ? പൈസയോ? എന്റെ അടുത്ത് എവിടെ നോക്കാം? ജോലിയൊന്നും ഇല്ലല്ലോ. എന്റെ അടുത്ത് ആകെ ഉള്ളത് വാപ്പ വന്ന സ്വർണ്ണ. അതാണെങ്കിൽ അമ്മയുടെ കയ്യിലുവാ. അത് പറ്റില്ല. അമ്മനോട് ചോദിച്ചാൽ തരില്ല. അല്ലെങ്കിൽ അത് കിട്ടില്ല. അമ്മ പറയാ എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അമ്മയുടെ മോനെ വിശ്വാസം ഇല്ലാത്തോണ്ട് അത് അമ്മയുടെ കൈ തന്നെ ഇരുന്നോട്ടെ. വെറുതെ പറയണതാ. വെറുതെ ഒന്നല്ല, അത് കിട്ടില്ല. ഈ പെണ്ണിന് ഒരിഷ്ടം, ഒരു പ്രണയം, ഒരു ആട്ടിടയും ചെക്കനോട്. അവൾ അച്ഛനോ ഒരു കഷണ്ടി തലയൻ, ഒരു ദുഷ്ടൻ. അയാൾക്ക് ഇഷ്ടായില്ല. ആളെന്നും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. പാവം പെണ്ണ്. പക്ഷേ ഇവരുടെ പ്രണയം മുഴുത്ത പ്രണയം, വിടൂല, ശക്തമാണ്. എങ്ങനെയുള്ള പ്രണയം? സ്നേഹത്തോടെ നന്മയുള്ള പ്രണയം. വേറൊരു മോശം ഒരു ടച്ചില്ല. അങ്ങനത്തെ പ്രണയം. ഇത് വെറൈറ്റിയാണ്. കഥ ചെറുതല്ല, അടിപൊളി സാധന. അങ്ങനെ ഇരിക്കെ ഈ അച്ഛനെ കാണാതെ ഇവർ ഒളിച്ചോടി പോയി. ഇവര് രണ്ടുപേരാണോ? രണ്ടും കൂടി പോയി. നായികയുടെ പേര് ചന്ദ്രിക. നായകന്റെ രമണൻ. അല്ലേ, ഇത് ചങ്ങമ്പുഴയുടെ കഥാപാത്രങ്ങളില്ലയോ? എഴുതിയോ? അങ്ങനെ എഴുതിയോ? വേണ്ട വേണ്ട. എന്തിനാ മനോര വല്ലവരുടെയൊക്കെ എടുത്ത് കട്ടും പൊട്ടിച്ചൊക്കെ പറയുന്നത് ആവശ്യമില്ലാതെ. വേറെ ഉണ്ട്. അച്ഛാ വേറെ ത്രെഡ് ഉണ്ട്. വേറെ ത്രെഡ്. ഇത് നല്ലതാനാ. വേണ്ട വേണ്ട, ഇത് വേണ്ട. വേണ്ട, വേറെ ഉണ്ട്. കിടിലെ ത്രെഡ് പറയട്ടെ. വലിയൊരു കടല്, നടുക്കടല്, വലിയൊരു കപ്പല്. കപ്പലിന്റെ പേര് ഞാൻ പറയട്ടെ. ടൈറ്റാനിക്. കറക്റ്റാ. അച്ഛാ ഞാൻ വേറെ സാധനം പറയാം. നീ ഒരു സാധനം ഇനി ഇവിടെ ഇരുന്ന് പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.